ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ നമ്മളെ മോമോസിനെ പറ്റിച്ച് ചെറിയ അടയില്ലേ, ചെറിയ അട, നമ്മൾ സാധാ അട തന്നെ അത് ചെറിയതാക്കിയിട്ട് ഉണ്ടാക്കിയെടുത്താണ്. ആദ്യം വെള്ളം തിളപ്പിക്കുക, അതിൽ നമ്മൾ ചോറ് വെക്കുന്ന അരിയില്ലേ അത് ഇട്ടെടുക്കുക, എന്നിട്ട് ഒരു 8 മണിക്കൂർ കുതിർത്തുക. പിന്നെ നമ്മൾ ഇത് പണ്ട ഉണ്ടാക്കുക, ഇതിൻ്റെ മസാല ഉണ്ടാക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. പിന്നെ തേങ്ങ മഞ്ഞളും ഇത്തിരി മുളക് പൊടി ഇട്ടിട്ട് മിക്സിയിലൊന്ന് കറക്കുക. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചിരണ്ടിയാൽ വലുതും ചെറുതും ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് മിക്സിയിലൊന്ന് കറക്കിയെടുക്കാൻ പറയുന്നത്. ഇതുപോലെ ചെയ്തെടുക്കുക. അരി ഒരു 8 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഞാൻ ഗ്രൈൻഡറിൽ ഇത്തിരി ഉപ്പും ചേർത്തിട്ട് അരച്ചു കൊടുത്തതാണ്. നമ്മൾ പുയിങ്ങലരിയാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെറിയ ഒരു എന്താ പറയുക, ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിലുമല്ല, അതിലും ചെറുതായിട്ടാണ് ഞാൻ ഈ അരി എടുത്തിട്ട് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സ്പൂണാണെങ്കിൽ ചെറിയ സ്പൂണാണ്. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന്, ഇത് നമുക്ക് കുട്ടികൾ മോമോസ് എന്നെല്ലാം പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം മോമോസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മക്കളെ പറ്റിക്കാം, അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ അടച്ചമ്പിൽ വെച്ചിട്ട് ആവിയിലൊന്ന് പുഴുങ്ങിയെടുക്കുക. പുഴുങ്ങിലരി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും, മക്കൾക്ക് ഇതിൽ ചെറുതായിട്ട് മല്ലിച്ചപ്പും പിന്നെ കറിവേപ്പില ചെറുതായിട്ട് കത്രിക വെച്ചിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക. ഇല ആദ്യം ഒന്ന് വാട്ടിയെടുത്ത്, അല്ലെങ്കിൽ ഇല എന്ന് പറയുക അത് അതിൻ്റെ ഒരു സ്വഭാവം കാണിക്കും. നമ്മൾ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവും, അതിനാണ് ഇല ഒന്ന് വാട്ടിയെടുക്കാൻ പറയുന്നത്. കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞാൻ ചെറിയ ഒരു ഗ്ലാസ്സിൽ അരി പൊതിർത്തിട്ടാണ് ചെയ്തത്, അത്രയേ വേണ്ടൂ. നമ്മൾ നോമ്പല്ലേ, നോമ്പിനെല്ലാം ഫുഡെല്ലാം അത്രയേ കഴിക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പോൾ സ്കൂളിന് പൂട്ടുന്നല്ലേ, സ്കൂൾ പൂട്ടുന്ന സമയത്ത് മക്കളെ മോമോസ് ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്താൽ മതി, അത് കഴിച്ചോളും. പിന്നെ ഈ പണ്ടവും അരിയും തീരുന്നവരെ ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കുക. പിന്നെ 10 അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അത്രയേ വേണ്ടൂ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ മൂടിച്ചമ്പുണ്ടല്ലോ, അതിൽ കുറച്ച് ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് പിന്നെ അതിൽ തട്ട് വെച്ച് കൊടുത്ത് പിന്നെ ഈ അട അതിലിട്ട് കൊടുത്ത് എല്ലാ അടയും ഇതുപോലെ ചെയ്തെടുക്കുക. നമ്മൾ നമ്മളെ കൈയിൻ്റെ അടിയിൽ കൊള്ളുന്നൊരടയാണ്, എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഇത് നമുക്ക് അങ്ങനെയും കഴിക്കാം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചിക്കൻ കറിയോ നമ്മൾ ഇറച്ചിക്കറിയോ ഉണ്ടാവില്ലേ, അതൊഴിച്ചിട്ട് പിന്നെ ഫോർക്ക് വെച്ചിട്ട് കുത്തിയിട്ട് കഴിക്കാം. ഞാനിത് ബീഫ് കറി വെച്ചതേനു, അപ്പോൾ അത് ഒഴിച്ചു കൊടുത്ത് നല്ല രസമുണ്ട് തിന്നാൻ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.